ഹലോ, നമസ്കാരം കൂട്ടുകാരെ. നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളത്തിലെ ടോപ്പ് റിക്രൂട്ട്മെന്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് റെയിൽവേ ന്യൂ റിക്രൂട്ട്മെന്റ്. അപ്പം മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. DFCCIL MDS റിക്രൂട്ട്മെന്റ് 2025, അതായത് MDS ഈ 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിനകത്ത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ പറ്റും. MDS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് ജയിച്ചവർക്കും അപേക്ഷിക്കാൻ പറ്റും. അത് കണക്ക് തന്നെ 10ാം ക്ലാസ് പാസ്സായ ഒരു ഗ്രാജുവേറ്റ് 12ാം ക്ലാസ്സുകാർക്ക്, അങ്ങനെ ഏത് കാറ്റഗറി പെട്ടവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു വേക്കൻസിയാണ് ഇത്. ഈ മാർച്ച് 22 വരെ ഇതിന്റെ കാലാവധിയുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് അപേക്ഷിക്കാം. ഓൺലൈൻ പ്രോസസ്സിംഗ് ആണ്. അപ്പം ഞാൻ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ഡേറ്റ് എന്താണ്, ആപ്ലിക്കേഷൻ ഫീസ് എന്താണ്, ഏജ് ലിമിറ്റ് എന്തായിരിക്കണം, റിസൾട്ട്, കൂടാതെ സെലക്ഷൻ പ്രോസസ്, എക്സാം പാറ്റേൺ, കട്ട് ഓഫ് ഡേറ്റ്, എലിജിബിലിറ്റി, നമ്പർ ഓഫ് വേക്കൻസീസ്, പേ സ്കെയിൽ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് മുന്നോട്ട് ചർച്ച ചെയ്യാം. അതുകൂടാതെ ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും, മെയിൽ ആൻഡ് ഫീമെയിലിന് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. DFCCIL MDS റിക്രൂട്ട്മെന്റ് 2025 വേക്കൻസി റെയിൽവേ ന്യൂ വേക്കൻസിയാണ്. റെയിൽവേയുടെ ന്യൂ വേക്കൻസിയാണ്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ DFCCIL. ഇതിനകത്ത് വരുന്ന പോസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, MDS. ടോട്ടൽ പോസ്റ്റ് 642 പോസ്റ്റാണ് വരുന്നത്. ഇത് ഓൺലൈൻ അപ്ലൈ ആണ്. ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. റിക്രൂട്ട്മെന്റ് സാലറി, ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 23,000 തൊട്ട് 72,500 വരെയുള്ള സാലറി ഉണ്ട്. റെയിൽവേ ന്യൂ വേക്കൻസി 2025. ഏജ് ലിമിറ്റ് മിനിമം ഏജ് 18 വയസ്സാണ്, മാക്സിമം ഏജ് 33 വയസ്സാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആസ് പെർ റൂൾ അനുസരിച്ചുള്ള SC ST PWD കാൻഡിഡേറ്റിന് അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സിക്യൂട്ടീവ് ആയിട്ട് അപേക്ഷിക്കുന്നവർക്ക് 1000 രൂപ ഫീസാണ്. അത് കണക്ക് തന്നെ MDSന് 500 രൂപ ഫീസാണ്. ഇതിനകത്ത് ഫീസിന്റെ കാര്യത്തിൽ കൺസിഡറേഷൻ ഉള്ളത് SC ST PWDക്ക് ഇതിനകത്ത് അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ഫീസൊന്നും കൊടുക്കണ്ട. ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള കൺസിഡറേഷൻ അവർക്കുണ്ട്. പേയ്മെന്റ് മെത്തേഡ് ഓൺലൈൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിലൂടെ ചെയ്യാൻ പറ്റും. നെറ്റ് ബാങ്കിങ്ങിലൂടെ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് 10th 12th ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ്, നിങ്ങൾ ഈ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സിനെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. പാസ്പോർട്ട് സൈസ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് വേണ്ടി വരും. സിഗ്നേച്ചർ, നിങ്ങളുടെ സ്കാൻ ചെയ്ത സിഗ്നേച്ചർ വേണ്ടി വരും. ആധാർ കാർഡ് വേണ്ടി വരും. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. ഏജ് പ്രൂഫ് വേണം. ഈ ഇത്രയും കാര്യങ്ങൾ കൂടാതെ തന്നെ മെയിനായിട്ട് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID യും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇമെയിൽ ID യും അത് കണക്ക് തന്നെ മൊബൈൽ നമ്പറും വേണം. ഈ 2 കാര്യത്തിലും നിങ്ങൾ വെരിഫൈ ചെയ്താൽ, നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ID യും വെരിഫൈ ചെയ്താലേ നിങ്ങൾക്ക് മുന്നോട്ട് അവിടെ പോകുവാൻ നമുക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇമ്പോർട്ടന്റ് ലിങ്ക് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ലിങ്ക് തന്നെ അപ്ലൈ ഓൺലൈനിന് വേണ്ടിയിട്ടുള്ള ലിങ്കും അതുകൂടാതെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. എന്നാൽ ആദ്യം നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നല്ലതൊക്കെ പഠിച്ച് അതിൽ ഏതെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ, അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. 2ന്റെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ താഴത്തെ നമുക്കാദ്യം നോട്ടിഫിക്കേഷൻ നോക്കാം. താഴത്തെ ഈ ലിങ്ക് കോപ്പി ചെയ്യുവോ, ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുവോ, അവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇവരുടെ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റ് നമ്പർ 01DR
2025 recruitment notice. Dedicated Freight Corridor Corporation of India Limited (DFCCIL) is a schedule a public sector undertaking under the administrative control of Government of India, Ministry of Railway. എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇമ്പോർട്ടന്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 18 ജാനുവരി തൊട്ട് ഇതിന്റെ തുടങ്ങി 16 ഫെബ്രുവരി വരെ ആയിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ദ വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ഇവിടെ റിവൈസ് ആയിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ 18 തൊട്ടുള്ളതാണ്. അത് 18 ജനുവരി തൊട്ട് തുടങ്ങി. ഇതിന്റെ ഡേറ്റ് ആദ്യം ഈ 16 ഫെബ്രുവരി ആയിരുന്നു. അതുകൂടാതെ 23 ഫെബ്രുവരിയിലേക്ക് കറക്ഷൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിപ്പോൾ 22 മാർച്ച് വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താണ്. നിങ്ങൾ ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോഴത്തേക്ക് 23 ഫെബ്രുവരി എന്നൊക്കെ കാണുന്ന അത് കാര്യമല്ല. ഇവര് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു നിങ്ങൾ വെബ്സൈറ്റിലെ ഈ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജൂനിയർ മാനേജറിന്റെ അതിന്റെ പോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾ മറ്റേ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ലിങ്കിലേക്ക് വരണം. ഇവിടെ നമ്മൾ അപ്ലൈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടെ ജനുവരി പറഞ്ഞെന്ന് വെച്ച് അത് കാര്യമില്ല. ഇവിടെ പറയുന്നുണ്ട് സ്റ്റാർട്ട് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ 18 ജാനുവരി 25 തൊട്ട് 16 4 മണി തൊട്ട് തുടങ്ങി. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ 22 മാർച്ച് 25 വരെയുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ സമയം പോയി അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കാതിരിക്കരുത്. ഇവര് ഡേറ്റ് റിവൈസ് ചെയ്ത് അതായത് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൽ അധികം ആരെയും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത്. ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ടു റീഡ് ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കണം. ആൾറെഡി രജിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ഹിയർ ചെയ്യുക. ടു രജിസ്റ്റർ നിങ്ങൾ ഇവിടെ ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഡൗട്ടും വയ്ക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ അപ്ലൈ എന്നുള്ള ഇതിന്റെ ക്ലിക്ക് ചെയ്യുക. ടു രജിസ്റ്റർ ഇപ്പം പിടിച്ചൊരു സമയം എടുക്കും. ഈ ഒരു പേജിലേക്ക് നിങ്ങൾ വരും. ഇവിടെ നിന്ന് ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഈ പോസ്റ്റ് നിങ്ങൾ ഏത് പോസ്റ്റാണ് ചോദിക്കുന്നത്. ഇവിടെ ജൂനിയർ മാനേജറുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അതായത് 10 ജയിച്ചവരും 12 ജയിച്ചവരും ഈ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൽ ക്ലിക്ക് ചെയ്യുക. 31 പോസ്റ്റ് ഉണ്ട്. ഇവിടെ കാൻഡിഡേറ്റ് ഫുൾ നെയിം എഴുതുക. ഇവിടെ മൊബൈൽ നമ്പർ എഴുതുക. കൺഫേം മൊബൈൽ നമ്പർ രണ്ടാമത് കൊടുക്കുക. ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. കൺഫേം ഇമെയിൽ ഐ ഡി കൊടുക്കുക. ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഇതൊരു നല്ല ചാൻസ് ആണ്. ആർമിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ പറ്റിയ ഒരു ചാൻസ് ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.